പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ രണ്ടാമത്തെ അധ്യായത്തിൽ നാം പ്രധാനമായും കാണുന്നത് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസ് എന്നീ കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ കണ്ട ആദ്യത്തെ ഡെഫിനിഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ട് വെച്ചാൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് നിർവചിച്ചത്. അപ്പോൾ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ വെക്റ്റർ ലോസ് ഉപയോഗിച്ചാണ് അത് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതും ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അങ്ങനെ സ്കെയിലർ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിനെ, നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ഉപയോഗിക്കാം. അപ്പോൾ ആ സ്കെയിലർ ക്വാണ്ടിറ്റി ആകുമ്പോൾ അത് ആഡ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് എളുപ്പമുണ്ട്. സാധാരണ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളൂ, ഡയറക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ സാധാരണ സ്കെയിലേഴ്സ് ആഡ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോവുക. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഒരു ചാർജ്ഡ് ബോഡി, ആ ബോഡിയിൽ എന്തുമാത്രം ഇലക്ട്രിക് ചാർജ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഇലക്ട്രിക് ചാർജ് എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് കാണിക്കുന്നതും കൂടിയാണ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ കൂടിയ ഒരു പ്ലേസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബോഡിയിൽ നിന്നും ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ കുറഞ്ഞ ഒരു ബോഡിയിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യുള്ളൂ. സാധാരണ വെള്ളം മുകളിൽ നിന്നും താഴേക്ക് ഒഴുകുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണിത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന് സമാനമായിട്ടുള്ള പൊട്ടൻഷ്യലാണ് ഇലക്ട്രിസിറ്റിക്കകത്തെ പൊട്ടൻഷ്യലാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്, അതിന്റെ ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ at a point in an electric field is defined as the work done to bring a unit positive charge or test charge from infinity to a particular point in an electric field. അതാണ് അതിൻ്റെ നിർവചനം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ കിടക്കുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ, അതായത് ടെസ്റ്റ് ചാർജിനെ അവിടെ നിന്നും ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവരിക. ഏതെങ്കിലും ചാർജിന് സമീപത്തുള്ള ഒരു റീജിയനാണല്ലോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുക. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ആ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ആ ചെയ്യുന്ന വർക്കാണ് ആ പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അതിൽ സംഭരിച്ചു വച്ചിരിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ചാർജ് നമുക്ക് കാണാം. ഇപ്പോൾ ആ പോയിന്റ് ചാർജിന് സമീപത്ത് ഇലക്ട്രിക് ഫീൽഡുണ്ട്. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക്, ആ ഫീൽഡിന് വെളിയിൽ നിന്നും, ഇൻഫിനിറ്റി എന്ന് നമ്മൾ തിയററ്റിക്കലായിട്ട് പറയുമ്പോഴും ആ ഇലക്ട്രിക് ഫീൽഡിന് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നു എന്ന് മാത്രമേ അതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് വെളിയിൽ കിടക്കുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിന് വെളിയിലാവുമ്പോൾ ആ ചാർജിൽ ഇലക്ട്രിക് ഫോഴ്സ് ഒന്നും അനുഭവപ്പെടുന്നില്ല. അപ്പോൾ അവിടെ നിന്നും ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നതും പോസിറ്റീവ് ചാർജാണ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ആ പോസിറ്റീവ് ചാർജുകൾ തമ്മിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷനെതിരെ വർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുവാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വർക്കാണ് ആ സ്ഥലത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ ചാർജിനോട് ഏറ്റവും അടുത്തുള്ള പോയിന്റിൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉള്ളത്. കാരണം ഇൻഫിനിറ്റിയിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇൻഫിനിറ്റിയിൽ നിന്നും ചാർജിനെ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവന്നിട്ട് ഇലക്ട്രിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് വേണ്ടി വരുന്നത് ചാർജിനോട് ഏറ്റവും അടുത്ത് കൊണ്ടുവെക്കുന്നതിനാണ്. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറിയൊക്കെ കൊണ്ടുവെക്കണമെങ്കിൽ അത്രയും വർക്കിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കത്തില്ല.
പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ചാർജിനോട് ചേർന്നുള്ള സ്ഥലത്തായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത് ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലം എന്ന് നമ്മൾ പറയുന്നു. അകന്നു പോകുന്തോറും പൊട്ടൻഷ്യൽ കുറയും, ലോ പൊട്ടൻഷ്യൽ ആവുകയും ചെയ്യും. ഇപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ അതായത് വർക്ക് പെർ യൂണിറ്റ് ചാർജ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ്. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദറ്റ് പർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കൂളംബ് പറയാം, അല്ലെങ്കിൽ വോൾട്ട്സിൽ പറയാം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും പൊട്ടൻഷ്യലും ഒക്കെ നമ്മൾ അളക്കുന്നത് വോൾട്ടിലാണ്. അപ്പോൾ അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്. അപ്പോൾ അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് എന്ന് ഞാൻ പറഞ്ഞു. കാരണം വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കെയിലാറാണ്. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ പോലെ തന്നെ ഫിസിക്കലി വർക്ക് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും എല്ലാം. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അതിന്റെ സിഗ്നിഫിക്കൻസ് ഞാൻ പറഞ്ഞു. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡിറ്റർമിൻസ് ദ ഫ്ലോ ഓഫ് ചാർജസ് ഫ്രം വൺ ബോഡി ടു ദ അനദർ. ഇലക്ട്രിക് ചാർജസ് ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഫ്ലോ ചെയ്യണമെങ്കിൽ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള അല്ലെങ്കിൽ ഹൈ ചാർജ് കോൺസെൻട്രേഷൻ ഉള്ള ബോഡിയിൽ നിന്നും ലോ ചാർജ് കോൺസെൻട്രേഷൻ ഉള്ള ബോഡിയിലേക്ക് ഇലക്ട്രിക് ചാർജ് ഒഴുകുകയുള്ളൂ. അതായത് രണ്ടിൻ്റെയും ചാർജ് തുല്യ അളവിൽ എത്തുന്നത് വരെ അല്ലെങ്കിൽ രണ്ടും ഒരേ പൊട്ടൻഷ്യലിൽ എത്തുന്നത് വരെ മാത്രമേ ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഡിറ്റർമിൻസ് ദ ഡിഗ്രി ഓഫ് ഇലക്ട്രിഫിക്കേഷൻ ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എത്രമാത്രം ആ ബോഡിക്ക് ചാർജ് ലഭിച്ചിട്ടുണ്ട്, എന്തുമാത്രം അത് ഇലക്ട്രിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു പാരാമീറ്റർ കൂടിയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യലും കൂടുതലായിരിക്കും. പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ചാർജ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് on the electric field is defined as the work done in moving without any acceleration. Accelerate ചെയ്യാതെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് കൊണ്ടുവരുന്നത്. A unit charge from infinity to the point against the electrostatic force of attraction or repulsion irrespective of the paths followed. പാത്തുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇപ്പോൾ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ അത് പറയുമ്പോൾ ഇപ്പോൾ WAB എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും ബിയിലേക്ക് ചാർജർ പാർട്ടിക്കിളിനെ മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ വിചാരിക്കും. ഇനിഷ്യലി ചാർജർ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ടെസ്റ്റ് ചാർജ് ഇരിക്കുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലാണ്. അവിടെ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ അതിനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടി വരുന്ന വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നു ഇന്റഗ്രൽ ഫ്രം എ ടു ബി മൈനസ് ഇ ഡോട്ട് ഡി എൽ. ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനാണ്. ഡി എൽ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനാണ്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ക്യൂ എന്ന് പറയുന്ന ചാർജിൽ നിന്നും ഒരു നിശ്ചിത ദൂരം അകലെയുള്ള സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 1/4πε0 Q/r ആണെങ്കിൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ r ഡിസ്റ്റൻസ് ആണെങ്കിൽ r² ആയിരിക്കും. അപ്പോൾ അവ തമ്മിലുള്ള കൂളംസ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് കൂളംസ് ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε0 Q0/r² ആണ്. Q0 എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന ടെസ്റ്റ് ചാർജ് ആയിട്ട് നമ്മൾ Q0 എടുത്തിരിക്കുക. അപ്പോൾ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് Q0 /4πε0 ഇൻറ്റു 1/RB. RB എന്ന് പറയുന്ന ചാർജിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരമാണ്. മൈനസ് 1/RA എന്നെഴുതാം. RA എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഒരു. ഓർ WAB/Q0 അതായത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത് Q/4πε0 ഇൻറ്റു 1/RB മൈനസ് 1/RA എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഈ ചാർജർ ബോഡിയെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അതായത് ചാർജിൽ നിന്നുള്ള ഈ ഇനിഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് RA എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കുന്നു. ഫൈനൽ അകലം എന്ന് പറയുന്നത് ആ ചാർജിൽ നിന്നും R അകലെയാണ് നമ്മൾ കൊണ്ടുവെക്കുന്നതെങ്കിൽ RB എന്ന് പറയുന്നത് R ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ WB എന്ന് പറഞ്ഞാൽ ബിയിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് ചാർജിനെ കൊണ്ടുവരാൻ വേണ്ടി വരുന്ന വർക്ക് /Q0 എന്ന് പറഞ്ഞാൽ Q/4πε0r എന്നുള്ളതായിട്ട് നമുക്ക് കിട്ടും. അതാണ് ആ സ്ഥലത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V എന്ന് പറയുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും W/Q0, അതല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q/4πε0r എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് R away from a point charge. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് വോൾട്ട്. നേരത്തെ പറഞ്ഞതാണ് ജൂൾ പെർ കൂളംബ് അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ പെർ കൂളംബ് എന്നൊക്കെ പറയുന്നത് ആണ് SI യൂണിറ്റ് ഓഫ്
ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നമുക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് സിംഗിൾ ചാർജ് കണ്ടുപിടിക്കുന്നതിനാണ് നോക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിംഗിൾ പോയിന്റ് ചാർജ്. ഇപ്പോൾ ഇവിടെ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഏറ്റവും ഇടതുവശത്തായിട്ടിരിക്കുന്നു. ഏറ്റവും ലെഫ്റ്റിൽ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് വെച്ചിരിക്കുന്നു. അവിടെ 2-3 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ് ശ്രദ്ധിക്കുക. പോയിന്റ് ബി ഉണ്ട്, സി, പി എന്ന് പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റ് ഈ ചാർജിൽ നിന്നും എക്സ് അകലെയാണ് കിടക്കുന്നത്. ഇനിഷ്യലി പിയിൽ നമ്മളൊരു ടെസ്റ്റ് ചാർജ് പ്ലസ് Q0 കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ചാർജ് ഇടതുവശത്ത് കിടക്കുന്ന ചാർജ് ക്യൂവിൽ നിന്നും എക്സ് അകലെയാണ് ഇരിക്കുക. അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്, ഇലക്ട്രിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇത് രണ്ടും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ടുവേഴ്സ് റൈറ്റ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ക്യാപിറ്റൽ ഇ ആണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ആ പ്ലസ് Q0 എന്ന് പറയുന്ന ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Q0E ആയിരിക്കും. അപ്പോൾ Q0E എന്ന് പറയുന്ന ഫോഴ്സ് വലതുവശത്തേക്ക് ആക്ട് ചെയ്യുന്നു. നമ്മൾ ആ ചാർജിനെ അവിടെ നിന്ന് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് dx മൂവ് ചെയ്യിക്കുക. dx എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യിച്ച് അതിനെ സിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യിക്കുക. അപ്പോൾ അതിന് വേണ്ടി വരുന്ന സ്മോൾ വർക്ക് എന്ന് പറയുന്നത് dw ആയിട്ട് നമ്മൾ എടുക്കുക. കാരണം dx എന്ന് പറയുന്നത് വളരെ ചെറിയ ഇൻഫിനിറ്റ്ലി സ്മോൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ആ ചാർജിനെ നമ്മൾ സിയിലേക്ക് അല്ലെങ്കിൽ dx എന്ന് പറയുന്ന ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കാനായിട്ട് വേണ്ടി വരുന്ന വർക്ക് dw ആണ്. അപ്പോൾ ആ dw എന്ന് പറയുന്നത് F.S എന്നുള്ള ഇക്വേഷൻ അനുസരിച്ചിട്ട് F.dx എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. F എന്ന് പറയുന്നത് നമ്മൾ കണ്ടു Q0 ആണ്. ക്യാപിറ്റൽ E എന്ന് പറയുന്നത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. അപ്പോൾ Q0E.dx എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതല്ലെങ്കിൽ dw എന്ന് പറയുന്നത് Q0E.dx cos 180 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 180 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റും ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ ആണ്. ഇപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് ടുവേഴ്സ് റൈറ്റ് ആണ്, വലതുവശത്തേക്കാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ചാർജിനെ മൂവ് ചെയ്യിക്കുന്നത് ഇടത്തേക്കാണ്, ഇടത്തേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും തമ്മിൽ ഉള്ള ആംഗിൾ 180 ആണ്, അല്ലെങ്കിൽ അവ ആന്റി പാരലാണ്. കോസ് 180യുടെ വാല്യൂ -1 ആയതുകൊണ്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു -Q0E.dx എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് dw ഈസ് ഈക്വൽ ടു -Q0E.dx. ഇനി നമ്മൾ ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ എന്ന് പറയുന്നത് Q എന്ന് പറയുന്ന ചാർജിൽ നിന്നും എക്സ് അകലെ കിടക്കുന്ന പോയിന്റ് ആണ് പി. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ക്യാപിറ്റൽ ഇയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 Q/x² ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ 1/4πε0 Q/x² എന്നുള്ള ആ ക്യാപിറ്റൽ ഇയുടെ വാല്യൂ ആ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ താഴെ കിടക്കുന്ന സ്റ്റെപ്പ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. W ഈസ് ഈക്വൽ ടു -Q0 / 4πε0 x² dx എന്ന് എഴുതാം. അതായത് ക്യാപിറ്റൽ ഇ ഈസ് ഈക്വൽ ടു Q/4πε0 x² എന്ന് എഴുതാമെന്ന് ചുരുക്കം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി Q/4πε0 x² ആയതുകൊണ്ടാണ് നമ്മൾ dw ഈസ് ഈക്വൽ ടു -Q0/4πε0 x² dx എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് dw എന്ന് പറയുന്ന സ്മോൾ വർക്കാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഈ ചാർജിനെ നമ്മൾ എയിൽ നിന്ന് ബി വരെ കൊണ്ടുവരുന്നു. എയിൽ നിന്നല്ല, നമ്മൾ ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ചാർജിനെ നമ്മൾ ബി എന്ന് പറയുന്ന ആ ഫൈനൽ പോയിന്റ് വരെ നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ അതിന് വേണ്ടി വരുന്ന ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ചെറിയ വർക്കുകളെല്ലാം നമ്മൾ കൂട്ടുക, അതല്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു ബി dw. ഇപ്പോൾ dwന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. ആ ഇന്റഗ്രേഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് V ഈസ് ഈക്വൽ ടു Q/4πε0 R എന്ന് പറയുന്നതാണ്. അത് ഈ ചാർജിനെ ഇൻഫിനിറ്റി കിടക്കുന്ന ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ചാർജിന്റെ സമീപത്ത് ഒരു നിശ്ചിത ദൂരം R ആണെങ്കിൽ ഇപ്പം B എന്ന് പറഞ്ഞിരിക്കുന്നത് ചാർജിൽ നിന്നും R അകലെയുള്ള അകലമാണ്. അപ്പോൾ ആ R അകലത്തിലേക്ക് കൊണ്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടി വരുന്ന വർക്ക് എന്ന് പറയുന്നത്
Q/4πε0r ആണ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ആ സ്ഥലത്തെ ബി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണ് Q/4πε0r എന്ന് പറയുന്നത്. ഇപ്പൊ Q എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജിൽ നിന്നും R അകലെയുള്ള സ്ഥലത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണ് Q/4πε0r എന്ന് പറയുന്നത്. കൂളംസ് ഫോഴ്സിന്റെ ഇക്വേഷനുമായിട്ട് സാമ്യമുണ്ട്. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q/4πε0r² ആയിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു r² ഇല്ല, r ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി പിടിക്കുക. പൊട്ടൻഷ്യലിന്റെ ഇക്വേഷനും അതുപോലെ ഫോഴ്സിന്റെ ഇലക്ട്രിക് ഫോഴ്സിന്റെ ഇക്വേഷനും കമ്പയർ ചെയ്ത് പഠിച്ചേക്കുക. ഒരു ആറിന്റെ കുറവ് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് വേറെ രീതിയിൽ നമുക്ക് ഈ ഡെറിവേഷൻ കാണിക്കാനായിട്ട് സാധിക്കും. ഡെറിവേഷൻ ഓഫ് എ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇവിടെ നമ്മൾ ആദ്യം കണ്ടത് Q0 എന്ന് പറയുന്ന ചാർജ് കൊണ്ടുവരുന്നതായിട്ടാണ്. എന്നിട്ട് നമ്മൾ ആ Q0 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് Q0 എന്ന് പറയുന്ന ചാർജ് കൊണ്ടുവരണമെന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാം. ഇപ്പം യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ കിടക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ചാർജിൽ നിന്ന് ഒരു നിശ്ചിത ദൂരം അകലെ നമ്മൾ കൊണ്ടുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ബൈ ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് P ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, അതായത് +1 കൂളം ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് P. ഇപ്പോൾ P എന്ന് പറയുന്ന ഇപ്പോൾ ചാർജ് ഇവിടെ ഫിഗർ ശ്രദ്ധിക്കുക. ഇപ്പോൾ Q എന്ന് പറയുന്ന ചാർജ്, ആ ചാർജിൽ നിന്നും R അകലെയുള്ള സ്ഥലമാണ് P എന്ന് പറയുക. A, B എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ എയിലോട്ടുള്ള അകലം എന്ന് പറയുന്നത് x ആയിട്ട് എടുത്തിരിക്കുന്നു. Q എന്ന് പറയുന്ന ചാർജിൽ നിന്നും x അകലെയാണ് നമ്മുടെ പോയിന്റ് A കിടക്കുക. ഇപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്നും ചാർജിനെ കൊണ്ടുവരിക. അപ്പോൾ ആ ചാർജ് എയിൽ ഇരിക്കുമ്പോൾ എയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് E ആയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. ലെറ്റ് പോസിറ്റീവ് +1 കൂളം ചാർജ് ഈസ് അറ്റ് എ. ഇപ്പോൾ എയിലിരിക്കുമ്പോൾ ദ വർക്ക് ഡൺ ടു മൂവ് ഇറ്റ് ഫ്രം എ ടു ബി. എയിലിരിക്കുന്ന ചാർജിനെ നമ്മൾ എയിൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്യിക്കണം. അപ്പോൾ അതിന് വേണ്ടി വരുന്ന വർക്ക് എന്ന് പറയുന്നത് E.dx ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് E.dx എന്ന് പറഞ്ഞാൽ -E.dx എന്ന് എഴുതാം. അതായത് E.dx cos 180 ആണ്. ഇപ്പോൾ cos 180യുടെ വാല്യൂ -1 വന്നതുകൊണ്ട് നമുക്ക് dw എന്ന് പറയുന്നത് -E.dx എന്ന് എഴുതാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 1/4πε0 Q/x² ആണ്. Q എന്ന് പറയുന്ന ചാർജിൽ നിന്നും എ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള അകലം x ആയതുകൊണ്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ 1/4πε0 Q/x² ആണ്. ആ വാല്യൂ നമ്മൾ ഇക്വേഷൻ 1ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ dw എന്ന് പറയുന്നത് 1/4πε0 Q/x² dx എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഇനി ടോട്ടൽ വർക്ക് ഡൺ ടു ബ്രിങ് ദ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു P. P എന്ന് പറയുന്നത് ഫൈനൽ പോയിന്റ് ആണ്. തുടക്കത്തിൽ ആ പോയിന്റ് കിടക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്. അവിടുന്ന് കൊണ്ടുവരുന്നതിന് ഇടയ്ക്കുള്ള രണ്ട് പോയിന്റുകളാണ് A, B എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ എയിൽ ചാർജ് ഇരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് നമ്മൾ ഇക്വേഷൻ 2 അനുസരിച്ച് നമ്മൾ എഴുതിയത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ അവിടെ നിന്ന് ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് dx കൊടുക്കാൻ വേണ്ടി വന്ന വർക്കാണ് 1/4πε0 Q/x² dx എന്ന് പറയാം. അപ്പോൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക ഫ്രം ഇൻഫിനിറ്റി ടു R എന്ന് പറയുന്നത് ഫൈനൽ വാല്യൂ ആണ്. ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഇൻഫിനിറ്റിയിൽ നിന്നും R വരെയാണ് ആ വേരിയബിളിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആ വേരിയബിളിന്റെ ഇനിഷ്യൽ വാല്യൂ ഇൻഫിനിറ്റിയും ഫൈനൽ വാല്യൂ R ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു R dw എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വാല്യൂ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്റഗ്രേഷൻ നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ സ്റ്റെപ്പ് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1/4πε0 Q/r എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതാണ് ഇൻഫിനിറ്റി കിടക്കുന്ന ചാർജിനെ, അതായത് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ അവിടെ നിന്നും മറ്റൊരു ചാർജിന്റെ സമീപത്ത് R ഡിസ്റ്റൻസ് അകലെ കൊണ്ടുവെക്കുന്നതിന് വേണ്ടി വന്ന വർക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതായത് V = 1/4πε0 Q/r എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടുപിടിച്ച വർക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ആ സ്ഥലത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്, സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് അല്ല എന്ന് മനസ്സിലാക്കുക. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ് എന്നും ശ്രദ്ധിക്കുക. അതിപ്പോൾ അതിന്റെ യൂണിറ്റ് ജൂൾ/കൂളംബ് അല്ലെങ്കിൽ വോൾട്ട് ആണെന്നുള്ളതും മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ നമുക്ക് ഒരു പോയിന്റ് ചാർജിന്റെ സമീപത്ത് ഉള്ള പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിന്റെ ഇക്വേഷൻ ഓർത്തിട്ട് നിൽക്കുക. 1/4πε0 Q/r എന്ന് പറയുന്നതാണ് Q എന്ന് പറയുന്ന ചാർജിൽ നിന്നും R അകലെയുള്ള സ്ഥലത്തെ പൊട്ടൻഷ്യൽ. ഇനി ഒന്നിലധികം ചാർജുകൾ ചേർന്നുള്ള ഒരു പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഗ്രൂപ്പ് ഓഫ് പോയിന്റ് ചാർജസ്.
ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഇതുപോലെ ഒന്നിലധികം ചാർജസ് ചേർന്നിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ വെക്ടർ ലോസ് ഉപയോഗിച്ച് ആഡ് ചെയ്യണമായിരുന്നു. ഇത് സ്കെയിലർ ആയതുകൊണ്ട് വെക്ടർ ലോസ് ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ പല ചാർജസ് Q1, Q2, Q3 എക്സെട്ര Qn എന്ന് പറയുന്ന പല ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ചാർജസ് അപ്പോൾ അതിൻ്റെ സെൻറ്റർ അതിൻ്റെ ഏതാണ്ട് നടുഭാഗത്ത് കിടക്കുന്ന +1 കൂളം ചാർജിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. ടോട്ടൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ചാർജസും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽസ് കണ്ടുപിടിക്കുക. അപ്പോൾ V1 എന്ന് പറയുന്നത് Q1 പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ്. അപ്പോൾ V1ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കണ്ട ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. V1 will be equal to 1/4πε0 Q1/R1. R1 എന്ന് പറയുന്നത് ആ ചാർജിൽ നിന്നും Q1 എന്ന് പറയുന്ന ചാർജിൽ നിന്നും ഏത് സ്ഥലത്താണോ ടോട്ടൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത് ആ സ്ഥലത്തേക്കുള്ള അകലമാണ്. അതുപോലെ തന്നെ Q2 പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് V2 എന്ന് പറയുക. അപ്പോൾ V2ന്റെ വാല്യൂ ഇതുപോലെ നമുക്ക് എഴുതാം 1/4πε0 Q2/R2 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ എക്സെട്ര അതുപോലെ നമുക്ക് എഴുതാം. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V1 + V2 + എക്സെട്ര Vn ആയിരിക്കും. അതായത് 1/4πε0 കോമൺ ഫാക്ടർ നമുക്ക് എടുക്കാം ഇൻറ്റു സിഗ്മ I = 1 to n QiRi എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അപ്പോൾ അതായിരിക്കും ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആ ഒരു പോയിന്റിലെ. ഇത് വെക്ടർ ലോസ് ഒന്നും ഉപയോഗിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ദിസ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇനി നമുക്ക് അത് പൊസിഷൻ വെക്ടർ ഉപയോഗിച്ച് എഴുതുവാണെങ്കിൽ V = 1/4πε0 സിഗ്മ I = 1 to n QiR - Ri എന്നുള്ള രീതിയിൽ പൊസിഷൻ വെക്ടറിന്റെ ടൈമിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ ചാർജ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ പ്രസൻസ് ഓഫ് അതർ ചാർജസ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. മറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ്, ഒരു ചാർജിന്റെ പ്രസൻസ് മറ്റൊരു ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിനെ അഫക്ട് ചെയ്യുന്നില്ലെന്ന് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇവിടെയാണ്. അതുപോലെ പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. വേറാസ് കൂളംസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആയിരുന്നു. ആ ഒരു വ്യത്യാസം ശ്രദ്ധിക്കുക. പൊട്ടൻഷ്യൽ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, വേറാസ് ഫോഴ്സ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. Although V is called the potential at a point, it is actually equal to the potential difference between the points R and infinity. എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി കിടക്കുന്ന പോയിന്റും ഈ ആ ഫൈനൽ പോയിന്റ് R അകലെ കിടക്കുന്ന പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ശരിക്കും ആ സ്ഥലത്തെ പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയുന്നതെന്ന് ചുരുക്കം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇപ്പോൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ കണ്ടു. അതായത് വർക്ക് ഡൺ ഇൻ മൂവിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് ആണെങ്കിൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിലെ തന്നെ രണ്ട് പോയിന്റുകൾക്കിടയ്ക്ക് യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി വരുന്ന വർക്കാണ്. ഇപ്പോൾ VA എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ, VB എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA - VB എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എയിൽ നിന്നും യൂണിറ്റ് ചാർജിനെ B വരെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി വരുന്ന വർക്കാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points in an electric field is defined as the work done in moving a unit positive charge between the 2 points. അതായത് മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ VA - VB = ഇൻ്റഗ്രൽ ഫ്രം A to B. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഫ്രം A to B ആണ് E.dx. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ വോൾട്ട്സ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ സ്കെയിലർ ക്വാണ്ടിറ്റി. അപ്പോൾ അതിൻ്റെ യൂണിറ്റും വോൾട്ടിൽ തന്നെയാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസും വോൾട്ടിൽ തന്നെയാണ് പറയുന്നത്. അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയുമാണ്. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതേപോലെ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 points in an electric field is defined as the work done in moving a unit charge from one point to the other against electrostatic force irrespective of the path followed. മാത്തമാറ്റിക്കലായിട്ട് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ VA - VB = WAB / Q0. അപ്പോൾ Q0 എന്ന് പറയുന്ന ചാർജിനെയാണ് നമ്മൾ എക്കും ബിക്കും ഇടയ്ക്ക് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ WAB എന്ന് പറയുന്നത് അതിന് വേണ്ടി ഒന്ന് വർക്കാണ്. അപ്പോൾ അതിനെ Q0 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് കിട്ടും. ആ വർക്ക് എന്ന് പറയുന്നത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആർ സ്കെയിലർ ക്വാണ്ടിറ്റീസ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ഈസ് ടേക്കൺ ആസ് 0. അത് ശ്രദ്ധിക്കണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി. ഇപ്പോൾ അതിൻ്റെ ഇക്വേഷൻ തന്നെ 1/4πε0 Q/R ആണ്. ആറിൻ്റെ വാല്യൂ നമ്മൾ ഇൻഫിനിറ്റി കൊടുത്താൽ ആ വാല്യൂ 0 വരികയും ചെയ്യും. ഇൻഫിനിറ്റിയിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 0 ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നിയർ an isolated positive charge is positive and near an isolated negative charge is negative. അതായത് പോസിറ്റീവ് ചാർജിന് സമീപത്തുള്ള പൊട്ടൻഷ്യൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും നെഗറ്റീവ് ചാർജിന് സമീപത്തുള്ള പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യലുമാണ്.
എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജിന് സമീപത്തേക്ക് നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരണമെങ്കിൽ പോസിറ്റീവ് വർക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ. നെഗറ്റീവ് ചാർജിന് സമീപത്തേക്കാണെങ്കിൽ വർക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അകത്തിക്കൊണ്ട് പോകാനാണ് വർക്ക് വേണ്ടത്. അപ്പോൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെതിരെ റിപ്പൽ ചെയ്ത് മീൻസ് അട്രാക്റ്റീവ് ഫോഴ്സിനെതിരെ നമ്മൾ അകത്തിക്കൊണ്ട് പോകണമെങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് ചാർജിന് സമീപത്തേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് നെഗറ്റീവ് വർക്കായിരിക്കും. CGS യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് സ്റ്റാറ്റ് വോൾട്ട്. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. 1 സ്റ്റാറ്റ് വോൾട്ട് എന്ന് പറഞ്ഞാൽ 1 എർഗ് ഡിവൈഡ് ബൈ സ്റ്റാറ്റ് കൂളം എന്നുള്ളതാണ്. ഇനി റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ടേമാണ്. പൊട്ടൻഷ്യൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇപ്പോൾ പൊട്ടൻഷ്യലും അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് നമ്മളിന്ന് കാണാനായിട്ട് പോവുക. ഇവിടെ ചാർജ് Q എന്ന് പറയുന്ന ചാർജ് ഇടതുവശിരിക്കുന്നു. 2 പോയിന്റുകൾ എയും ബിയും. ഇപ്പോൾ എയും ബിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് dr അകലത്തിലാണ് ഇരിക്കുക. ഇപ്പോൾ ഇവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് dV ആണെന്ന് വിചാരിക്കുക. So consider 2 points A and B separated by small distance dr. Let potential at A is V plus dV. എയിലെ പൊട്ടൻഷ്യൽ V plus dV ആണ്. dV എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വാല്യൂ. അതുപോലെ തന്നെ ബിയിലെ പൊട്ടൻഷ്യൽ V ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V plus dV മൈനസ് V ആണ്. അതായത് dV എന്ന് പറയുന്നതാണ് എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് dV എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യൂണിറ്റ് ചാർജിനെ എയിൽ നിന്നും ബിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വരുന്ന വർക്ക് എന്ന് പറയുന്നത് dV തന്നെയാണ്. അപ്പോൾ dV ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഇൻ മൂവിങ് യൂണിറ്റ് ചാർജ് ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ്. അതായത് dV ഈസ് ഈക്വൽ ടു dW എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് dW എന്ന് പറഞ്ഞാൽ ഈ ഡോട്ട് dr ആണ്. ഈ എന്ന് പറയുന്നത് എയിൽ പോസിറ്റീവ് ചാർജ് വെച്ചാൽ വലത്തേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ അതാണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. നമ്മൾ ചാർജിനെ ഇടത്തേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഈ ഡോട്ട് dr എന്ന് പറഞ്ഞാൽ ഈ dr cos 180. അതുകൊണ്ട് മൈനസ് ഈ ഇൻറ്റു dr എന്ന് എഴുതാം. അതായത് dV ഈസ് ഈക്വൽ ടു മൈനസ് ഈ dr, അതല്ലെങ്കിൽ E ഈസ് ഈക്വൽ ടു മൈനസ് dV ബൈ dr. അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇപ്പോൾ dV എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ് ആണ്. dr എന്ന് പറയുന്നത് ആ 2 പോയിന്റുകൾ തമ്മിലുള്ള അകലമാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിലെ യൂണിറ്റ് മീറ്റർ അല്ലെങ്കിൽ യൂണിറ്റ് ലെങ്ത് അകലെ കിടക്കുന്ന 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുത്താൽ അത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് തന്നെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്തും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ. ഈ വിൽ ബി ഈക്വൽ ടു മൈനസ് dV ബൈ dr. അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് കണ്ടതായിട്ടിരിക്കുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഇപ്പോൾ ഡൈപോൾ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് ആണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലെയും അതുപോലെ ബൈസെക്ടിങ് പ്ലെയിനിലെയും ഒക്കെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടതാണ് കഴിഞ്ഞ ചാപ്റ്ററിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് ഇതുപോലുള്ള ഡൈപോളിന്റെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷനാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത് ഡൈപോൾ. അപ്പോൾ ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്നും ഒരു നിശ്ചിത ദൂരം അകലെ R എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു സ്ഥലത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇവിടെ ഒരു ഡൈപോൾ AB എന്ന് പറയുന്ന ഇലക്ട്രിക് ഡൈപോൾ ആണ്. എയിൽ മൈനസ് Q എന്ന് പറയുന്ന ചാർജ് വെച്ചിരിക്കുന്നു, ബിയിൽ പ്ലസ് Q എന്ന് പറയുന്ന ചാർജ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഡൈപോളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ 2a ആയിട്ട് എടുത്തിരിക്കുക. O എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഹാഫ് ലെങ്ത് എന്ന് പറയുന്നത് AO എന്ന് പറയുന്നത് A ആണ്. അതുപോലെ OB എന്ന് പറയുന്നതും A സ്മോൾ a എന്ന് പറയുന്ന ലെങ്ത് ആണ്. അതായത് ഡൈപോളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2a ആയിട്ട് എടുത്തിരിക്കുക. ഇപ്പോൾ ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്നും P എന്ന് പറയുന്ന പോയിന്റ്, ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്നും P എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോയിന്റ് എന്ന് പറയുന്നത് R ഡിസ്റ്റൻസ് അകലെയാണ് കിടക്കുന്നത്. OP എന്ന് പറയുന്ന ദൂരം R ആണ്. അപ്പോൾ അവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ആ ലൈൻ എന്ന് പറയുന്നത് ഡൈപോളിന്റെ ആക്സിസിൽ നിന്നും തീറ്റ ആംഗിൾ തിരിഞ്ഞാണ് കിടക്കുന്നത്. ഡൈപോളിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ AB ആണ്. ആ AB എന്ന് പറയുന്ന ആ ഡൈപോൾ ആക്സിസിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് OP എന്ന് പറഞ്ഞിരിക്കുന്ന ലൈന് തീറ്റ ആംഗിൾ ചെരിഞ്ഞു കിടക്കുന്നു. അപ്പോൾ അങ്ങനെ തീറ്റ ആംഗിൾ ചെരിഞ്ഞു കിടക്കുന്ന ആ ലൈനിൽ R ഡിസ്റ്റൻസ് അകലെയുള്ള സ്ഥലത്തെ
ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ രണ്ട് ചാർജസ് ആണുള്ളത്, പ്ലസ് ചാർജും ഉണ്ട് മൈനസ് ചാർജും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ക്യൂ ചാർജ് പിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക, അതുപോലെ മൈനസ് ക്യൂ ചാർജ് പിയിൽ അതേ സെയിം പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക, രണ്ട് പൊട്ടൻഷ്യലും കൂടെ ആഡ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആദ്യമേ നമ്മൾ എടുക്കുന്നത് പോസിറ്റീവ് ചാർജ് പിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. അപ്പോൾ അത് V+ എന്ന് എടുത്തിരിക്കുക. അപ്പോൾ ബിയിൽ നിന്നും പിയിലേക്കുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 ആണ്. BP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് R1. ആ ഫിഗറിൽ ശ്രദ്ധിക്കുക, R1 എന്ന് പറയുന്നത് BP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ പൊട്ടൻഷ്യൽ പിയിൽ പ്ലസ് ക്യൂ, ബിയിലിരിക്കുന്ന ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 Q/R1 എന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ V- എന്ന് പറയുന്നത് മൈനസ് ക്യൂ ചാർജ് പിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് V-. അപ്പോൾ V- = 1/4πε0 Q/R2 എന്ന് നമുക്ക് എഴുതാം. നേരത്തെ നമ്മൾ കണ്ടതാണ് ക്യൂ ചാർജിൽ നിന്നും R അകലുള്ള സ്ഥലത്തെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടതാണ്. 1/4πε0 Q/R ആണ്. ആ ഫോർമുല എവിടെയും കണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ രണ്ട് പൊട്ടൻഷ്യലും കൂടെ ആഡ് ചെയ്തേക്കുക. അപ്പോൾ V എന്ന് പറഞ്ഞാൽ V+ V-, രണ്ട് ചാർജസും പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആയിരിക്കും. അതായത് 1/4πε0 Q/R1 മൈനസ് 1/4πε0 Q/R2 ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ പോസിറ്റീവും നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ പ്ലസും മൈനസും പൊട്ടൻഷ്യൽ അവിടെ വന്നത്. V- എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ മൈനസ് ആണ്. അത് ആ വാല്യൂ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടുന്നു. അപ്പോൾ V = 1/4πε0 Q/R1 മൈനസ് 1/4πε0 Q/R2 എന്ന് പറയുന്നു. ഇനി ആ ഫിഗർ ശ്രദ്ധിക്കുക. ഫിഗറിനകത്ത് നമ്മൾ R2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും നമ്മൾ അളക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് OP എന്ന് പറഞ്ഞ ദൂരം R ആയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. R എന്ന് പറയുന്നത് OP എന്ന് പറയുന്ന ദൂരം R ആണ്. അപ്പം R ഡിസ്റ്റൻസ് അകലെയാണ്, മിഡ് പോയിന്റിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെയാണ് നമ്മൾ ഈ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ട്രയാങ്കിൾ നോക്കുക, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കുക. OBC എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കുക. അതിനകത്ത് ആംഗിൾസ് എടുക്കുക, cos θയുടെ വാല്യൂ നോക്കുക. അപ്പോൾ അതിനകത്ത് ഈ നമ്മുടെ R2 എന്ന് പറയുന്ന ആ ലെങ്ത് എന്ന് പറയുന്നത് R2 എന്ന് പറയുന്ന ലെങ്ത് നമ്മുടെ OP-ക്കകത്ത് നിന്ന് OC കുറയ്ക്കുന്നതാണ്. OP എന്ന് പറയുന്ന ദൂരം, അതായത് R എന്ന് പറയുന്ന ലെങ്തിനകത്ത് നിന്ന് OC കുറയ്ക്കുക. OC എന്ന് പറഞ്ഞാൽ ആ വാല്യൂ എന്ന് പറയുന്നത് A cos θ ആണ്. അപ്പോൾ അതിനകത്ത് നിന്ന് cos θയുടെ വാല്യൂ എടുത്ത് നോക്കുക. അപ്പോൾ OC എന്ന് പറയുന്നത് A cos θ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് R1 എന്ന് പറയുന്നത് BP എന്ന് പറയുന്ന ആ ദൂരമാണ്. അത് എന്ന് പറയുന്നത് നമുക്ക് R - A cos θ എന്ന് എഴുതാം. അതുപോലെ തന്നെ R2 എന്ന് പറയുന്ന ദൂരം എന്ന് പറയുന്നത് R + A cos θ എന്നും എഴുതാം. ജിയോമെട്രിയുടെ പ്രിൻസിപ്പിൾസ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ട്രയാങ്കിളിനകത്ത് നിന്ന് cos θയുടെ വാല്യൂ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടനീസ് എന്ന് പറയുന്നത് നമുക്ക് OC എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ അത് R1 കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് R-നകത്ത് നിന്ന് OC കുറച്ചാൽ മതി. രണ്ടാമത്തെ കേസിൽ R2 കണ്ടുപിടിക്കുന്നതിന് R-ൻ്റെ കൂട്ടത്തിലേക്ക് A cos θ അല്ലെങ്കിൽ OD കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് R1-ൻ്റെയും R2-ൻ്റെയും വാല്യൂസ് നമുക്ക് ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് Q/4πε0 × 1/R - A cos θ മൈനസ് 1/R + A cos θ എന്ന് എഴുതാം. LCM എടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ നമ്മൾ നടത്തിയിരിക്കുന്നു. അപ്പോൾ അതിന് മാത്തമാറ്റിക്കൽ സിംപ്ലിഫൈ ചെയ്താൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് Q/4πε0 2A cos θ / R² - A² cos² θ എന്ന് എഴുതാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അപ്രോക്സിമേഷൻ നമ്മൾ എടുക്കുകയാണ്. R² എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ദാൻ A² ആണ്. അതായത് ഡൈപോളിന്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ A² എന്ന് പറയുന്നത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ A² നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അപ്രോക്സിമേറ്റ്ലി 0 ആക്കി കഴിഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറയുന്നത് V will be equal to Q/4πε0 2A cos θ / R² എന്ന് എഴുതാം. ഇപ്പോൾ Q/2A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് ആണ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ അതുകൊണ്ട് Q/2A ക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0
പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഒരു ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെ തീറ്റ ഇൻക്ലൈൻ ചെയ്ത് കിടക്കുന്ന ഒരു ലൈനിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണ്. അതിന്റെ ഡെറിവേഷൻ ശ്രദ്ധിക്കുക. V is equal to 1/4πε0 P cos theta by R square എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡെറിവേഷൻ. ഇനി ഇതിനകത്ത് രണ്ട് സ്പെഷ്യൽ കേസസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഒന്ന്, പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈനിലാണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ 0 ആണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ 0 അങ്ങ് കൊടുത്താൽ മതി. ഇക്വേഷനിലേക്ക് തീറ്റയുടെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ 1/4πε0 P cos 0 by R square എന്ന് പറയും. ഇപ്പോൾ cos 0യുടെ വാല്യൂ നമുക്ക് 1 ആണ്. അപ്പോൾ അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 P by R square എന്ന് പറയുന്നതാണ് ഇതിന്റെ ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 P by R square. അതുപോലെ ബൈസെക്ടിങ് പ്ലെയിൻ ആണെങ്കിൽ ആംഗിൾ തീറ്റ 90 വരുന്നു. ആംഗിൾ തീറ്റ 90 വരിക എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോസ് 90യുടെ വാല്യൂ 0 വരുമ്പോൾ പൊട്ടൻഷ്യലിന്റെ വാല്യൂ 0 ആണ്. എന്ന് പറഞ്ഞാൽ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ, ഒരു ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് ആൻ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഹാവിങ് എ പൊട്ടൻഷ്യൽ 0. അത് ശ്രദ്ധിക്കണം. ഒരു ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലെ പൊട്ടൻഷ്യൽ ഉണ്ട്. അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1/4πε0 P by R square ആണ്. എന്നാൽ ബൈസെക്ടിങ് പ്ലെയിനിൽ പൊട്ടൻഷ്യൽ ഇല്ല. അതിന് കാരണം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യിക്കുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവ് ചാർജ് ക്യാൻസൽ ചെയ്തു പോകുന്നു. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ബൈസെക്ടിങ് പ്ലെയിനിൽ പൊട്ടൻഷ്യൽ ഇല്ല എന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ നമുക്ക് രണ്ട് സ്പെഷ്യൽ കേസ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ ഒറ്റ ഡെറിവേഷനേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആയിരുന്നെങ്കിൽ നമ്മളത് രണ്ട് ഡെറിവേഷൻസ് ആയിട്ടാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഡെറിവേഷൻ നിങ്ങൾ എഴുതി പഠിക്കുക. V is equal to 1/4πε0 P cos theta by R square എന്ന് പറയുന്നതാണ് അതിന്റെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. അതിനകത്ത് രണ്ട് സ്പെഷ്യൽ കേസസ്, തീറ്റ 0 കൊടുത്തു കഴിഞ്ഞാൽ ആക്സിയൽ ലൈനിലെയും തീറ്റ 90 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വറ്റോറിയൽ പ്ലെയിനിലെയും പൊട്ടൻഷ്യൽസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ കേട്ട് വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.